നമസ്കാരം. ബ്രൂസ്ലി എന്ന് പേരുള്ള ഇതിഹാസ നായകൻ്റെ ഏറ്റവും പ്രശസ്തമായ ലോകത്തെ പിടിച്ചു കുലുക്കിയൊരു സിനിമയാണ് എൻ്റർ ദി ഡ്രാഗൺ എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ബ്രൂസ്ലി എന്ന കരാട്ടയുടെയും കുൻഫുവിൻ്റെയും ലോക ആചാര്യനെ തേടി ഏതാനും അമേരിക്കൻ ഏജൻസ് ഹോങ്കോങ്ങിലെത്തുകയും ബ്രൂസ്ലിയെ കണ്ടുകൊണ്ട് അമേരിക്കയ്ക്ക് സമീപമുള്ള ദ്വീപിൽ ഡ്രാഗൺ എന്നു പേരുള്ള ഒരു അധോലോക സംഘം പ്രവർത്തിക്കുന്നുണ്ടെന്നും ആ അധോലോക സംഘത്തെ തകർക്കുവാനുള്ള നിയോഗം താങ്കളെ ഏൽപ്പിക്കുന്നു എന്നുമാണ് അതിൻ്റെ ആദ്യ ഘട്ടത്തിൽ തന്നെ ചൂണ്ടിക്കാണിക്കുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കുക, അമേരിക്കൻ ഏജൻസ് ആണെന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഈ അവസരത്തെ തൻ്റെ സഹോദരിയെ മാനഭംഗപ്പെടുത്തി കൊല്ലുകയും തൻ്റെ സഹോദരി ഭർത്താവിനെയും കൊല ചെയ്യുകയും ചെയ്ത ചിലർ ആ ഗ്രൂപ്പിലുണ്ടെന്ന് മനസ്സിലാക്കിയ ബ്രൂസ്ലി അവിടെ നടക്കുന്ന ഒരു കരാട്ടെ മത്സരത്തിൻ്റെ പങ്കെടുക്കാൻ എന്നുള്ള ഭാവേന അതിനകത്ത് ചെല്ലുകയും പൂർണ്ണമായിട്ടും ഈ ഡ്രാഗൺ എന്ന് പറഞ്ഞ ഈ അധോലോക സംഘത്തെ നശിപ്പിക്കുകയും ചെയ്യുന്നു. ഇപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ അധോലോക നായകൻ ഒരു ചൈനീസ് വംശജൻ തന്നെയാണ്. അതിൻ്റെ അർത്ഥം എന്താണ്? ഡ്രാഗൺ തന്നെ ഡ്രാഗനെ നശിപ്പിക്കുന്നു. അതായത് ബ്രൂസ്ലിയുടെ അപരനാമമാണ് ഡ്രാഗൺ എന്നുള്ളത്. ഹോങ്കോങ്ങിലെ ഒരു പൊതു ഇടത്ത് വെച്ച് ഏതാനും പെൺകുട്ടികളെ ആക്രമിക്കാൻ വന്ന ഒരു പറ്റം തമ്മാടികളെ ധീരമായി നേരിട്ടുകൊണ്ട്, വളരെ കൊച്ചായിരിക്കുമ്പോൾ തന്നെ ഒരു ചെറുപ്പക്കാരാണ്, വളരെ ചെറുപ്പമാണ്, അപ്പോൾ 19 വയസ്സൊന്നും ആയിട്ടില്ല, അതിന് മുമ്പാണ്, നേരിട്ടുകൊണ്ട് തോൽപ്പിച്ച് ഓടിപ്പിച്ചപ്പോൾ അവിടുത്തെ സ്ത്രീകൾ കൊടുത്ത പേരാണ് ബ്രൂസ്ലിക്ക് ഡ്രാഗൺ എന്നത്. അപ്പോൾ ഡ്രാഗൺ തന്നെയാണ് ഡ്രാഗനെ നശിപ്പിക്കുവാൻ പോകുന്നത്. അപ്പോൾ ഇതിൽ ഒരു വൈരുദ്ധ്യം ഒളിഞ്ഞെടുക്കുന്നുണ്ട്. എന്താണ്? ഞാൻ മുൻപൊരിക്കൽ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു, പടിഞ്ഞാറൻ ദേശങ്ങളിൽ എല്ലാ അധർമ്മത്തിൻ്റെയും പ്രതീകമാണ് ഡ്രാഗൺ. എന്നാൽ കിഴക്കൻ ദേശങ്ങളിൽ എല്ലാ വിശുദ്ധിയുടെയും എല്ലാ നന്മയുടെയും പ്രതീകമാണ് ഡ്രാഗൺ അഥവാ സർപ്പം. ഇന്ത്യ, ചൈന, തായ്ലാൻഡ്, ജപ്പാൻ തുടങ്ങിയിട്ടുള്ള മിക്കവാറും രാഷ്ട്രങ്ങളിൽ, കിഴക്കൻ ദേശങ്ങളിലെല്ലാം തന്നെ സർപ്പം അഥവാ ഡ്രാഗൺ ഒരു വിശുദ്ധ ബിംബമാണ്. അപ്പോൾ ഈ രണ്ട് ബിംബങ്ങളുടെയും ഒരു സംഘർഷമാണ് ഈ സിനിമയിലേക്ക് വരുന്നത്, എൻ്റർ ഡ്രാഗണിൻ്റെ ഉള്ളിൽ പ്രവർത്തിക്കുന്നത്. 1940-ൽ ബ്രൂസ്ലി അമേരിക്കയിലാണ് ജനിച്ചത്. അവിടുത്തെ ഒരു സ്ത്രീയാണ് അദ്ദേഹത്തിന്, ഒരു നഴ്സാണ് അദ്ദേഹത്തിന് ബ്രൂസ്ലി എന്ന പേര് ഇട്ടത് പോലും. അപ്പോൾ ഇവിടെ ഡ്രാഗനും ചൈനീസ് വംശജനാണ്. അപ്പോൾ ഇവിടെ വരുന്ന ഒരു ലോക രാഷ്ട്രീയത്തിൻ്റെ ഒരു തലം കൂടി ഈ സിനിമയ്ക്കകത്ത് കടന്നു പോകുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഡ്രാഗൺ തന്നെ ഡ്രാഗൺ നശിപ്പിക്കും എന്നുള്ള രീതിയിൽ അതിൽ സംവിധായകൻ നല്ലൊരു ബാലൻസിങ് നടത്തിയിട്ടുണ്ട്. ഒരു ചൈനീസ് വംശജനെ കൊണ്ട് ഒരു ചൈനീസ് വംശജരോടെ തന്നെ അധോലോക സംഘത്തെ നശിപ്പിക്കുന്ന ഒരു ബാലൻസിങ് അതിൻ്റെ പുറകിൽ പ്രവർത്തിക്കുന്നുണ്ട്. എന്തായാലും ഇത് ഞാൻ ചൂണ്ടിക്കാണിക്കുന്നു എന്ന് മാത്രം. നമസ്കാരം.